ഒരു മിനിറ്റ് ക്ലിപ്പ് ഒന്ന് കണ്ടേ. ഇല്ല ഇത് അന്നെ തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഇടക്ക് നിക്കറി തൂറിപ്പോയിന് ഒരു 4 ദിവസം മുമ്പ്. ഇയാളെങ്ങനെ ഇത് കണ്ട്? ആ വണ്ടിയിൽ തൂറിപ്പോയത് ഇയാള് കണ്ടാ? നായിന്റെ മോനെ നീ കണ്ടാത്? ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. ഓർമ്മ ഇയാളെ അവിടെ പരിപാടിക്ക് എങ്ങാനും ഉണ്ടായിരുന്ന? ഞാൻ തൂറിയിട്ട് നിന്നപ്പോ അവിടെ ഒരു 3-4 ആൾക്കാരെ കണ്ടിന്. ഇയാൾ അതിലുള്ളതാ? നിക്കറിലല്ല, ഞാൻ പാന്റിലാണ് തൂറിയത്. അറിയാണ്ട് തൂറിപ്പോയതാ. ഷഡ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അറിയാണ്ട് തൂറിപ്പോയതാ. അകലെന്തിനാ ഇയാള് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വന്ന് പറയുന്നേ? ഞാൻ അറിയാണ്ട് തൂറിപ്പോയതാന്ന്. ഇയാളെ പേരെന്താ? ഇയാളൊന്ന് വിളിച്ചോക്കട്ടെ. ഇയാള് ഒരു മിനിറ്റ്, ഇയാള് കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇയാളൊന്ന് വിളിച്ചോക്കട്ടെ. ജോസ് 90-37. ഇയാള് കണ്ടില്ലെങ്കിൽ ആരോട് പറയരുതെന്ന് പറയണ്ട. 90-37-25-54 അല്ല. ഒരു മിനിറ്റ്. 90-37-25 ഒരു മിനിറ്റ്. 55-48-7. അല്ല, ഞാൻ പാന്റ് തൂറിയ കാര്യം. ഒരു മിനിറ്റ്. എടുക്കാൻ നോക്കട്ടെ. എന്റെ ആരുത് ഇല്ലായിരുന്നു. ഉപ്പയാന്ന് പോലും. ആകാശിന്റെ അച്ഛനാ ഇത്? ഈ ജോസ് പ്രകാശ്? ഇത് നിന്റെ അച്ഛനാന്നോ? ഇയാള് വന്നായിരുന്നോ? ഇയാൾ അവിടെ പരിപാടിക്ക് വന്നായിരുന്നോ? രാജാക്കാട് ഉണ്ടായിരുന്നോ ഇയാള്? ഹലോ ഹലോ, ജോസ് പ്രകാശ് സാറല്ലേ? സാറേ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നിങ്ങൾ രാജാക്കാട് വന്നായിരുന്നോ? ആ, വന്നിട്ടില്ല. ആ ആ ആ ഞാൻ നിങ്ങളെ വലിയൊരു ഫാനാണ് കേട്ടാ. എന്റെ പേര് ഷമീർ. നിങ്ങള് അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഒരു സിനിമയിലേക്ക് എടുത്താലോ എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞാന്. വരാമോ? ചേട്ടന് എങ്ങനെയാന്ന് ഇത്? നിങ്ങൾ ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇത് എനിക്ക് ഒന്ന് നിങ്ങളെ സ്റ്റോറി ഒന്ന് അറിയാനായിരുന്നു. പൈസ ചോദിച്ചു എത്രയും പേർക്ക് എത്ര ഉപ്പൊക്കെ വരാന്ന്. നാടകത്തിലായിരുന്നോ? ഓ, അങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലേക്ക് കുടിയേറിയതായിരിക്കും അല്ലെ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നതായിരിക്കും. ചേട്ടൻ തന്നെയാണോ ഈ നമ്പർ കൊടുത്തിട്ട് ഈ വീഡിയോ ഇടുന്നത്? ആ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടു. നിക്കറിൽ തൂറി, ആരാടാ നിക്കറിൽ തൂറി എന്ന് വെച്ചിട്ട്. ഓ, പണ്ടത്തെ ആണോ? അല്ലല്ല, എനിക്ക് നിങ്ങളെ വീഡിയോസ് ഭയങ്കര റിലേറ്റബിളാ. കാരണം ഞാൻ പാന്റ് തൂറിയിട്ടുണ്ട് ഒരിക്കൽ. ആ, ഞാൻ ഇതിന്റെ ഇടക്ക്, അതായത് 2 ആഴ്ച മുമ്പ് ഞാൻ പാന്റ് തൂറിപ്പോയി. രാജാക്കാട് വെച്ചിട്ടായിരുന്നു സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പാന്റ് തൂറിയത് ആടുന്ന് കണ്ടോ അല്ലെങ്കിൽ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ നിങ്ങളെ കണ്ടത് ഞാൻ വിചാരിച്ച് അല്ല ഇയാളെനി കണ്ടുപോയാ ഞാൻ പാന്റ് തൂറിയത്. അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് വന്നുപോയി. അപ്പൊ ഇത് പണ്ട് നിങ്ങൾ തൂറി എന്താ സംഭവം? പണ്ടത്തെ എന്താ? മുമ്പ് നിങ്ങൾ തൂറിയിട്ടുണ്ടോ? അങ്ങനെ ആ മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചെറുപ്പത്തില്. ആ ഇങ്ങനെ ചെയ്ത് ആയിപ്പോവും, തൂറിപ്പോവും, പാന്റ് തൂറിപ്പോവും. എങ്ങനെ പോയത് ചോദിച്ചോക്ക്. ട്രൗസർ ഇട്ടോ? അതാ നിങ്ങൾ നിക്കറി തൂറി എന്ന് പറയുന്നത് അതുകൊണ്ടാന്നല്ലേ? നിങ്ങളിപ്പോ ഇങ്ങനെ അല്ലേ? ടൈം പാസ്. അപ്പൊ നിങ്ങളെ ജോലി എന്താ ശരിക്കുള്ള? ഞാൻ ഇങ്ങനെ ആലോചിക്കാം, നിങ്ങളെ പണി എന്താ? നിങ്ങൾ ഈ പാന്റി തൂറി നിക്കറി തൂറി അല്ലെങ്കിൽ എന്താ പറയാ, എടാ നാറി നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെ എന്തല്ലോ ഞാൻ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ ഭയങ്കര ഒരു ഫാനാ. ആ, അപ്പൊ ചേട്ടന്റെ ഇൻസ്പിറേഷൻ എന്താ ഇങ്ങനെ തൂറാനും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള? എങ്ങനെ മനസ്സിനൊരു സന്തോഷം? കളിയാക്കാറുണ്ടോ?
തെറിയൊക്കെ വിളിക്കോ? അയ്യോ അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കാത്രേ ഉള്ളൂ. ചേട്ടാ തിരിച്ചൊന്നും പറയാറില്ല. തെറി വിളിക്കുന്ന ആളെ തിരിച്ച് തെറി വിളിക്കണം ചേട്ടാ. തെറി വിളിക്കുന്ന ആളെ നിങ്ങൾ ഒരു നല്ല കാര്യമല്ല ഒന്നിക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരു നാലാളെ ചിരിപ്പിക്കുന്നില്ലേ? നിക്കറി തൂറി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മൂന്നാല് ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. ഞാൻ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു. നിങ്ങളൊരു ഭയങ്കര ആക്ടിങ് സ്കില്ലുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പുറത്തെടുക്കാത്തോണ്ടാണ്. ഞാൻ തമാശയായിട്ട് പറയുന്നല്ല, മമ്മൂട്ടി മോഹൻലാൽ വരെ ഇനിയിപ്പം ഇത് നാട് വിടേണ്ട അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഇതുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടാ. ഞാൻ തമാശയായിട്ട് പറയുന്നല്ല, നിങ്ങൾ ഈ തമാശയായിട്ട് കാണുകയും ചെയ്യരുത്. നിങ്ങൾക്ക് കുറച്ച് ആക്ടിങ് സ്കില്ലുണ്ട്, നല്ല ആക്ടിങ് സ്കില്ലുണ്ട് നിങ്ങൾക്ക്. അപ്പോ നടക്കട്ടെ, ചേട്ടന്റെ പരിപാടിയെല്ലാം നടക്കട്ടെ. അപ്പൊ ശരി, ലവ് യു. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം എ ഫാൻ ഓഫ് യു. ഓക്കെ ജോസ് പ്രകാശ്, ഞാനും ഫാനാ പറ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാനും ഫാനാന്ന് പറ. ഇതാ ഇവനും ഫാനാണ്, ഇസ്മായിൽ. ഓക്കെ പോയി വെച്ച്. നിക്കറി തൂറി എവിടെ പോരാ ഓർമ്മയുണ്ടോ? ഇയാൾ അന്നെ കണ്ട അവിടുന്ന്. ഇല്ല, ഇയാള് അതല്ല, ഇയാള് വേറെന്തൊരു വീഡിയോ ഇട്ടേന്നാ പറഞ്ഞത്.